ഓരോ ബിരിയാണിക്കും ഓരോ രുചിയാണല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബിരിയാണികൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണല്ലേ തലശ്ശേരി ബിരിയാണി. പിന്നെ നമ്മൾ ഒറിജിനൽ ടേസ്റ്റിലുള്ള തലശ്ശേരി ട്രഡീഷണൽ മസാല ഉപയോഗിച്ചിട്ടുള്ള ഒരു തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത് അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, ഇത്ര അരിക്ക് ഇത്ര ചിക്കൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിക്കൻ കഴിക്കുന്നത് അനുസരിച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറിജിനലായിട്ടുള്ള തലശ്ശേരി ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്നതിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് കളറിന് ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. ലഗോൺ ചിക്കൻ വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്നും യൂസ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ മസാലയിൽ അങ്ങനെ തന്നെ കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോയിലറിൻ്റെ ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടി ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വലിയ പീസായതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരുപാട് വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇതിൽ ഈ ഒരു മസാലയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് അങ്ങ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം അവിടെ കുഴച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. ഞാനൊരു 2 സവാള നല്ല കട്ടി കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ, കരിഞ്ഞു പോകരുത്, ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഹാഫ് മൂപ്പായിട്ട് വരുന്ന സമയത്ത് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതാ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി പൊരിച്ചിട്ടുള്ള ആ ഒരു ഓയിലിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പ് വേണ്ട, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമുളകൊന്ന് അങ്ങ് മാറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ കളറൊന്നും അങ്ങ് മാറി വരുമല്ലോ, ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ട് വരും ഇങ്ങനെ കുറച്ച് നേരം അങ്ങ് വഴറ്റിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഒന്ന് വഴറ്റി കളറൊന്നും അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പിലയും അതുപോലെ മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ അതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ട്രഡീഷണൽ തലശ്ശേരി സ്പെഷ്യൽ ഗരം മസാലയാണിത്. അപ്പോൾ ഈ ഒരു മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ആ ഒരു തലശ്ശേരിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക് ഈ ഒരു മസാല ചേർത്ത് കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മസാല. അപ്പോൾ ഇത് എനിക്ക് അവിടെ ഉള്ള ഒരാൾ തന്നെ അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മസാല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബിരിയാണിയിലേക്ക് എക്സ്ട്രാ കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 3-4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളമാണ് ഫ്ലേവർ വേണ്ടത്, നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1 കിലോ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി, നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ അതാ ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1.25 കിലോനൊക്കെ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ 3 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക്
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ തലശ്ശേരി ബിരിയാണീൻ്റെ സ്പെഷ്യലാക്കുന്നത്, നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്തൊന്നും ബിരിയാണിയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഒരു ഗാർണിഷ് ചെയ്യാനുള്ളത് മാത്രം മാറ്റി വെച്ചാൽ മതി. ബാക്കി ഉള്ളി എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം, ഇത് നല്ല മൊരിഞ്ഞ് നിൽക്കുന്ന ഉള്ളിയാണ് കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പൊരിച്ച ഉള്ളിയും കൂടി ഇടുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു തലശ്ശേരി ബിരിയാണിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ വലിയ പീസായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കൂട്ടോ അത് കുക്കാവാൻ. പിന്നെ ഉടഞ്ഞു പോകുന്നില്ല വലിയ പീസായതുകൊണ്ട്. ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ജസ്റ്റ് ഒന്ന് അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിൽ ചോറും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ചോറൊക്കെ വെക്കുന്നത് പോലെ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ബിരിയാണി വെക്കുമ്പോൾ അതിലേക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായയും ഒരു 3-4 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ. ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ചില റൈസിനാണെന്നുണ്ടെങ്കിൽ അധികം വേവ് ഉണ്ടാവില്ല. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് മതിയാവും. അപ്പോൾ ഇത് ഈ ഒരു ബ്രാൻഡ് കുറച്ചൊരു വേവ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കഴുകി ഊറ്റി എടുത്തിട്ടുള്ള 3 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചോറിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അടിയിൽ പിടിക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമ്മൾ കുറച്ച് ഉള്ളി അവിടെ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഫ്ലെയിം ഓഫാക്കി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് തുറക്കുന്നത്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു തലശ്ശേരി മസാലയുടെ മണമാണ് വരുന്നത്. അപ്പോൾ ചോറ് ഞാൻ മുകളിൽ നിന്ന് കുറച്ച് മാറ്റിയിടുകയാണ്. അപ്പോൾ അത് റൈസും അതുപോലെ തന്നെ അത് ചിക്കനൊക്കെ നല്ല ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്